എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ക്രിയേനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ക്രിയ എന്താണ്? ക്രിയ എന്ന് പറഞ്ഞാൽ, അതെ, ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വേർബ് എന്ന് പറയും. എന്ത് പറയും? വെർബ് എന്ന് പറയും. ക്രിയ എന്ന് പറഞ്ഞാൽ നോക്കാം, ജിസ് ശബ്ദ സേ കിസി കാം കാ കർന യാ ഹോന സമझा जाए उसे ക്രിയ कहते हैं. അതായത് ഏത് വേർഡാലാണോ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിയ എന്ന് പറയാം. ജैसे ആന, ജാന, കർണ, ദൗഡ്ന ആദി. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഒരു വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയാം. അപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ദൗഡന. ദൗഡന മാനെ ക്യാ ഹേ? ദൗഡന എന്ന് പറഞ്ഞാൽ ഓടുക. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിയ എന്ന് പറയാം. ഓക്കെ. क्रिया एक विकारी शब्द है. क्रिया क्या है? क्रिया एक विकारी शब्द है जिसके रूप लिंग, वजन और पुरुष के अनुसार बदलते हैं. विकारी शब्द എന്ന് പറഞ്ഞാൽ ലിംഗ്, വചൻ, പുരുഷ് കെ അനുസാർ കിസ്ക ബോധ്, അതായത് ഏതിൻ്റെ രൂപമാണോ മാറ്റം വരുന്നത് അതിനെയാണ് വികാരി ശബ്ദം എന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ വചനം എടുത്തു നോക്കുക, ഏകവചനുണ്ട്, ബഹുവചനുണ്ട്. അപ്പോൾ ഏകവചനം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബഹുവചനം അനുസരിച്ചിട്ട് ഏതിൻ്റെ രൂപത്തിലാണോ മാറ്റം വരുന്നത് അതിന് നമ്മൾ വികാരി ശബ്ദം എന്ന് പറയും. അപ്പം നമ്മുടെ ഇവിടെ ക്രിയ ഒരു വികാരി ശബ്ദമാണ്. അപ്പോൾ ക്രിയ എങ്ങനെ മാറ്റം വരും? ലിംഗ്, വചൻ और पुरुष के अनुसार क्रिया में यानी क्रिया के रूप बदलता है. ठीक है. അപ്പോൾ നമ്മളൊരു ക്രിയ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രിയ ഉണ്ടാവുമ്പോൾ അതിന് ഒരു ധാതു ഉണ്ടാവും, ഒരു ധാതു, മൂൽ ധാതു ഉണ്ടാവും. എന്താണ് ധാതു എന്ന് നമുക്ക് നോക്കാം. ജിൻ മൂൽ ശബ്ദ സേ ക്രിയ ബൻതി ഹേ ഉസേ ധാതു കഹത്തെ ഹേ. ഏത് വേർഡിൽ നിന്നാണോ ക്രിയ ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ധാതു എന്ന് പറയാം. धातु में ना जोड़ने से क्रिया का सामान्य रूप बनता है. ഏത് വേർഡിൽ നിന്നാണോ ക്രിയ ഉണ്ടാവുന്നത് അതിനെയാണ് ധാതു എന്ന് പറയുക. അപ്പം ധാതുവിൻ്റെ കൂടെ നാ പ്രത്യയം ചേർക്കുമ്പോൾ അതിനെന്താണ്? അത് ക്രിയയുടെ സാമാന്യ രൂപമായിട്ട് വരും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദൗഡന എന്നുള്ളൊരു ക്രിയ, അതിൽ ദൗഡ് എന്നുള്ളതാണ് ധാതു വരിക. ദൗഡ് എന്നാണ് ധാതു, അതിൻ്റെ കൂടെ നാ പ്രത്യയം ചേർക്കുമ്പോൾ ക്രിയയുടെ സാമാന്യ രൂപം വന്നു, അതാണ് ദൗഡന. ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത് പഠന. പഠ് എന്ന ധാതുവിൻ്റെ കൂടെ നാ പ്രത്യയം ചേർക്കുമ്പം പഠന എന്ന് വന്നു. ചഢ് എന്ന ധാതുവിൻ്റെ കൂടെ നാ പ്രത്യയം ചേർക്കുമ്പം ചഢന എന്ന് വന്നു. മൂൽ ധാതു में विकार होने से ही क्रिया के अन्य रूप बनते हैं. അതായത് മൂൽ ധാതുവിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ വികാരം ഉണ്ടാവുമല്ലോ. വികാരം ഏതൊക്കെയാ? ലിംഗ്, വചൻ, പുരുഷ്. ഈ മൂന്നിനനുസരിച്ചിട്ടും മറ്റ് രൂപങ്ങൾ കൂടെ ചേർക്കുമ്പം ഈ മൂന്ന് ലിംഗ്, വചൻ, പുരുഷനനുസരിച്ചിട്ട് ധാതുവിൽ മാറ്റം ഉണ്ടാവും. ഇപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് നോക്കാം. നമുക്ക് കാലം ഉണ്ടല്ലോ, ഭൂതകാലമുണ്ട്, വർത്തമാന കാലമുണ്ട്, ഭവിഷ്യകാലമുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാലിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്രിയയിൽ മാറ്റം വരുത്താം. ദൗഡന, ദൗഡത്ത, ദൗഡ, ദൗഡി, ദൗഡേക, ദൗഡേങ്കെ, ദൗഡോ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ വികാരത്തിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്ന നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ ആണല്ലോ. ഇനി क्रिया के मुख्य रूप से दो भेद होते हैं. क्रिया के मुख्य रूप से दो भेद होते हैं. एक है सकर्मक क्रिया और दूसरा है अकर्मक क्रिया. രണ്ട് ക്രിയയുണ്ട്, सकर्मक ക്രിയയുണ്ട് और अकर्मक ക്രിയയുണ്ട്. എന്താണ് सकर्मक क्रिയ? सकर्मक क्रिया उसे कहते हैं जिसमें क्रिया का फल कर्ता पर ना पड़कर कर्म पर पड़ता है. അതായത് ക്രിയയുടെ ഫലം ആരാണോ ക്രിയ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് ക്രിയേനെ സകർമ്മക്കാണോ അകർമ്മക്കാണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ഫോർ എൻ എക്സാമ്പിൾ, സീതാനെ ആം ഖായ. സീതാനെ ക്യാ ഖായ? ആം ഖായ. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാൽ അതിൽ എന്താണോ ക്രിയേനോട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിയേൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഏതാണോ ഉത്തരം വരുന്നത് അതിനനുസരിച്ച് നമുക്കത് സകർമ്മക്കാണോ അകർമ്മക്കാണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. സീതാനെ ആം ഖായ. സീത മാങ്ങ കഴിച്ചു. അപ്പോൾ എന്താണ് കഴിച്ചത്? സീതേനോട് ചോദിക്കും, സീത എന്താണ് കഴിച്ചത്? സീത മാങ്ങയാണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്
ഏതാണ് ക്രിയ ചെയ്തത്? കർമ്മമാണ് ക്രിയ ചെയ്തത്. അതുകൊണ്ട് ഇതിനെ സകർമ്മക്രിയ എന്ന് പറയും. മറ്റൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഗോപാലിനെ ഹിന്ദി സീഖ്താ ഹെ. ഗോപാൽ ഹിന്ദി സീഖ്താ ഹെ. ഗോപാൽ എന്തു പഠിച്ചു? ഹിന്ദിയാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്രിയ എന്ന് പറയുന്നത് ഇവിടെ കർമ്മത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയും? സകർമ്മ ക്രിയ എന്ന് പറയും. ഉപയുക്ത വാക്യോമേം ഖാനെ और सीखने സകർമ്മ ക്രിയായേ ഹെ. അടുത്തതാണ് അകർമ്മക്രിയ എന്ന് പറയുന്നത്. അകർമ്മക്രിയ. അപ്പോൾ സകർമ്മക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അകർമ്മക്രിയ എന്ന് പറയുന്നത്. അകർമ്മക്രിയ വ ഹെ ജിസ്മേ ക്രിയ കാ ഫൽ കർത്താ പർ ഹി പഡ്താ ഹെ. ക്രിയയുടെ ഫലം കർത്തയിലാണ് വരുന്നുണ്ടെങ്കിൽ അതിന് അകർമ്മക്രിയ എന്നാണ് പറയുക. ജैसे ലഡ്കി നാച്തി ഹെ. ലഡ്കി നാച്തി ഹെ. ലഡ്കി നാച്തി ഹെ. അപ്പം നാച്തി എന്ന് പറയുന്നത് ക്രിയയാണ്. അപ്പോൾ ആരാണ് ക്രിയ ചെയ്തത്? ലഡ്കിയാണ് ചെയ്തത്, കർത്താവാണ് ചെയ്തത്. അതുകൊണ്ട് അതെന്താണ്? അത് അകർമ്മക്രിയയാണ്. ശങ്കർ സോത്താ ഹെ. ശങ്കർ സോത്താ ഹെ. ആരാണ് ഉറങ്ങുന്നത്? ശങ്കറാണ് ഉറങ്ങുന്നത്. അപ്പോൾ കർത്താവിലാണ് ക്രിയ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒരു അകർമ്മക്രിയേൻ്റെ എക്സാമ്പിളാണ്. उपयुक्त वाक्यों में नाचना और सोना कर्ता पर पड़ता है, इसलिए दोनों अकर्मक क्रिया है. അപ്പോൾ നമ്മൾ ക്രിയേൻ്റെ രണ്ട് ഭേദങ്ങൾ പഠിച്ചു. സകർമ്മക്രിയ പഠിച്ചു, അകർമ്മക്രിയ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ക്രിയേനെ പറ്റി പഠിച്ചു. ക്യാ ഹെ ക്രിയ? ക്രിയ എന്ന് പറയുന്നത് എന്താ? വ ശബ്ദ ഹെ ജിസ്സെ കിസി കാം കാ करना या होना समझा जाता है, उसे क्रिया कहते हैं. मूल शब्द से जिस मूल शब्द से क्रिया बनती है उसे धातु कहते हैं. और क्रिया दो प्रकार के होते हैं, सकर्मक क्रिया और अकर्मक क्रिया. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ക്രിയേനെ പറ്റി പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.